തൂവക്കുന്ന് വാർഡ് മെമ്പറായ ശ്രീമതി അനിത നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീമതി അനിത, വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ്, അതോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ പ്രദേശത്ത് ആകെ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടർ ഫെലിക്സ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഒരു കുഞ്ഞിന്റെ ജീവൻ കൂടിയാണ്. ഈ കുഞ്ഞുങ്ങളെ ഓടിക്കുന്നതിനിടെയാണ് ഒരു കുട്ടി കിണറ്റിൽ വീണ് മരണപ്പെടുന്നത്. താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്? വീട്ടുകാരെയൊക്കെ പരിചയം ഉണ്ടായിരിക്കുമല്ലോ, പറയൂ. വീട്ടുകാരെല്ലാം പരിചയമുണ്ട്. പിന്നെ കുട്ടി സ്കൂളിൽ പോയി വന്ന് 4:30 സ്കൂളിൽ വിട്ട് വന്ന് തൊട്ട് അടുത്തന്നെ ചായ പോലും കഴിക്കാതെയാണ് പിന്നെ കളിക്കാൻ പോയിട്ടുള്ളത്. അവിടെ അടുത്തൊരു വയലുണ്ട്, കുപ്പിയാട്ട് വയലെന്ന് പറഞ്ഞ വയല്. അപ്പോൾ ആ വയലിലാണ് കളിക്കാൻ പോയത്. പിന്നെ കളിച്ചു വരുമ്പോൾ പിന്നെ തെരുവുനായ ഓടി എന്നാണ് പറഞ്ഞിട്ട്. 4 കുട്ടികളുണ്ടായിരുന്നു. 4 കുട്ടികളും 4 ഭാഗത്തേക്ക് ഓടി. അപ്പോൾ ഈ കുട്ടി ഈ വീണത് അറിഞ്ഞില്ല ആരും. അപ്പോൾ നമ്മൾ സന്ധ്യയായിട്ടും കുട്ടി വീട്ടിൽ എത്താത്തതിന് തുടർന്നാണ് തെരച്ചിൽ നടത്തിയത്. അപ്പോഴാണ് കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഈ ആരുടെയൊക്കെ വീട്ടുകാരും അതോടൊപ്പം നാട്ടുകാരും താങ്കളും ഉണ്ടായിരുന്നോ? ഈ വിവരം അറിഞ്ഞപ്പോൾ തെരച്ചിൽ താങ്കളും ഒപ്പം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതെ, ഈ കുഞ്ഞിന്റെ വീട്ടുകാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അച്ഛൻ, അമ്മ എന്താണ് ചെയ്യുന്നത്? ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടില് അച്ഛൻ ഗൾഫിലാണ്, ഒപ്പ ഗൾഫിലാണ്. ഉമ്മ വീട്ടമ്മയാണ്. ഉമ്മാമ്മയും പാപ്പയാണ് വീട്ടിലുള്ളത്. കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ നാട്ടിലുണ്ടോ? ഇല്ല. ഇല്ല. ഈ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മൾ ഈ അപകടം നടന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഈ പ്രദേശത്തെ തെരുവുനായ ശല്യം രൂക്ഷമാണോ? അങ്ങനെയുള്ള പ്രദേശമാണോ? കാരണം ഈ പാനൂർ ഇപ്പോൾ ഈ പറഞ്ഞ മേഖലയിൽ നിന്നൊക്കെ മുൻപും അത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഈ തെരുവുനായ ഓടിച്ചത് കൊണ്ടുണ്ടായ അപകടമാണല്ലോ കുഞ്ഞുങ്ങളെ. അതെ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടല്ലേ സ്ഥിരം? ഉണ്ട്. തെരുവുനായ ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട്. ഈ തെരുവുനായ ശല്യം അത് പലപ്പോഴായിട്ട് വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും പരാതിയൊക്കെ മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നോ? എപ്പോഴും നമ്മൾ എന്ത് മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാലും തെരുവുനായന്റെ ശല്യം കാരണം ഓരോ പരാതിപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? നടപടി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പഞ്ചായത്തായിട്ട് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ശരി ശ്രീമതി അനിത, ഇപ്പോൾ കുഞ്ഞിനെ കാണാതായി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം, ആ കുഞ്ഞിനെ തിരയാൻ വേണ്ടിയിട്ട് വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി അനിത ഉൾപ്പെടെ കൂടെ ഉണ്ടായിരുന്നു.